അതിനുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ലബ്ധത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ തിരിയാത്ത ആളുകൾ മറ്റുള്ളവർ പറഞ്ഞ് വർത്താനുണ്ട്, അവർക്ക് പിരാന്ത ആളുകൾ. ഈ സദസ്സ് നിർത്തുന്ന ആൾക്കാർ പാടാൻ ആവശ്യപ്പെടുന്ന പാട്ടിലേക്ക് അടക്കാൻ ഓർക്ക് പിരാന്താണ് അല്ലേ? ഉദാഹരണം മനസ്സിലാക്കി എന്താണ് പിരാന്ത്? നിങ്ങൾ ഈ പാട്ട് പാടി നടക്കാൻ പിരാന്താന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. ഇതുപോലെ ഇങ്ങനെ മഹാന്മാരുടെയും മഹാന്മാരുടെ ഒക്കെ ഒന്നിരിക്കുന്നവരും പിരാന്താക്കി ആൾക്കാരുണ്ട്. നമുക്ക് പിരാന്ത് ഇപ്പൊ ഇവിടെ അടുത്ത് കടലുണ്ടെങ്കിൽ മനസ്സിലാക്കും. കടലിൽ നമ്മൾ പോയപ്പോൾ ഈ നട്ടപ്പാതിരക്ക് നമ്മൾ കടലിന്റെ അടുത്തല്ല, പക്ഷെ നമുക്ക് ഉറപ്പാണ് കടലിൽ തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഉറപ്പല്ലേ? കടൽ തിരമാല അടിക്കുന്നത് തോന്നുന്നില്ലേ? ഇവിടൊക്കെ വഴിയപ്പോ കടൽ തിരമാല അടിക്കുന്നുണ്ടാവും എന്നൊക്കെ തോന്നുന്നു. കടൽ തിരമാല ഉണ്ടാവില്ല, ഇപ്പോ ഉണ്ടാവും. നമ്മൾ കിടന്നു നോക്കിയാൽ കാറ്റടിക്കില്ലേ? കടലിനോട് നമ്മൾ പറയാറുണ്ടോ, കടലെ ഞങ്ങളൊക്കെ പോവുക ബീച്ച് ആരും ചെയ്യാം, ഇനി തിരമാല അടിക്കണ്ട നമ്മൾ കടലിനോട് പറയുമോ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ പറഞ്ഞോട് നമ്മൾ വിരാന്താണ് കടൽ തിരമാല അടിച്ചോണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോ ചന്ദ്രൻ വിചാരിക്കുന്ന എല്ലാവരും കിടന്നു, എല്ലാവരും ഓർക്കില്ല, ഞാൻ ഇതിനെ വെറുതെ ഒതുക്കും, ഞാൻ റെസ്റ്റ് എടുക്കുന്നത് ആര് ചന്ദ്രൻ അമ്പിളിമാമ വിചാരിക്കാറില്ല. ഒരു കാര്യമില്ലാത്ത ഉറക്കിലാണ് മനുഷ്യൻ. അങ്ങനെ ഉറക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കാറ്റടിക്കുന്നില്ല, കാറ്റ് ചായക്കാറില്ല. ഉണ്ടോ? കാരണം ഉണ്ടാകുന്നല്ലോ, ഈ കടലിനെയും കരയെയും കാറ്റിനെയും ഈ ജോലി ഏൽപ്പിച്ചതാരാണ്? നമ്മൾ കാണാൻ പോയാൽ കടൽ തിരമാലടിക്കാൻ നിർത്തൂല. ആര് പറഞ്ഞില്ലാതെ? അല്ലാഹു പറഞ്ഞില്ലാതെ. കാരണം കടലിനെ പണിയേൽപ്പിച്ചതാരാണ്? ആവശ്യമില്ല. എല്ലാത്തിനും അവരവരുടെ പണിയെടുക്കുന്നു, അവർ അള്ളാഹു ഹബീബിന് വേണ്ടി പണിയെടുക്കുന്നു. പക്ഷെ മനുഷ്യന്മാരെ ഞാൻ പാട്ട് കേൾക്കാൻ ആൾക്കാരില്ല, അപ്പഴപ്പില്ല. നിങ്ങൾ ആരും കേൾക്കാനില്ല, ഒരാളും ഇവിടെ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കുന്നതിന് ഒറ്റയ്ക്ക് പാടിയാൽ എന്നെ കണ്ട ആൾക്കാരെന്താ പറയാ? ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വളത്തിന്റെ ചൂടിൽ പറയാം. അവർക്ക് എന്താണ് പറയാ? എന്താ പറയാ? അവർക്ക് വിരാന്താണ് പറയാം. എന്നെ എന്റെ റബ്ബ് ഏൽപ്പിച്ചതാണ് അല്ലാഹുവിന്റെ ഹബീബിനെ പറയാൻ. ഞാൻ ആ പള്ളിയിൽ ആൾക്കാരെ കേൾക്കാനില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നെ പിരാന്താന്ന് വിളിക്കണം. എനിക്കാണ് വിരാന്ത്, ഓർക്കാണ് വിരാന്ത്. ആർക്കാണ് വിരാന്ത്? ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് തിരക്കില്ല. എന്റെ പ്രേമം അങ്ങയോടാണ് മുഹമ്മദ് മുസ്തഫ. എനിക്കങ്ങ് മതി നബിയെ, ഇനി എന്ത് വിളിച്ചാലും വിടില്ല. അതിന് ഉദാഹരണമില്ല. മൻസൂർ ഹല്ലാജ് അതിന് ഉദാഹരണമായിരുന്നു. ഞങ്ങൾ മലബാറിൽ ഒരുപാട് മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട തൊട്ടപ്പഞ്ച് സ്ഥാനം കെട്ടുകൊള്ളുന്ന അറിയില്ല, അത്തിപ്പറ്റ സ്ഥാനം കെട്ടുകൊള്ളുന്ന അറിയില്ല, CM വലുവായി മടവൂരി കെട്ടുകൊള്ളറിയില്ല. ഇവർക്ക് ഒരു കാലത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന വിളിക്ക് കേൾക്കേണ്ടി വന്നവരാണ്. കാരണം അവരുടെ കൽവിൽ ആരായിരുന്നു? മുഹമ്മദ് മുസ്തഫ. പക്ഷെ അവർക്കതൊന്നല്ല ഒരു പ്രശ്നം. ജനാണ് പറഞ്ഞത്, ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. കല്ലിനലറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. കല്ലിനലറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. ആലിമിൻ കണ്ണിലുള്ളത് ഫിഖ്ഹിന്റെ ഹുക്കുമതാണ്, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിന്റെ നദാണ്. ആലിമിൻ കണ്ണിലുള്ളത് ഫിഖ്ഹിന്റെ ഹുക്കുമതാണ്, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിന്റെ നദാണ്. ഇഷ്കിന്റെ മധുലഹരി ഇൽമതൊന്നു ചേർന്നാൽ, ഇഷ്കിന്റെ മധുലഹരി ഇൽമതൊന്നു ചേർന്നാൽ, ഇഷ്കും ഇൽമും പരമാനന്ദ കുളിരി, ഇഷ്കും ഇൽമും
അളക്കാൻ അളവ് പോലതെന്ത് ഇഷ്കിന്റെ കണ്ണാലെ നോട്ടം അതല്ലാതെ ഇഷ്കിന്റെ കണ്ണാലെ നോട്ടം അതല്ലാതെ ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാടെന്റെ മുഹബത്ത് അല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാടെന്റെ മുഹബത്ത് അതെന്ന് വിളിച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാടെന്റെ മുഹബത്ത്